അപ്പോൾ നമ്മൾ അഷ്യൂറിനെ കുറിച്ചുള്ളൊരു ഓവർവ്യൂ നമ്മളിപ്പോൾ ഫസ്റ്റ് സെഷനിൽ കണ്ട് മനസ്സിലാക്കി. ഇപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൽ എങ്ങനെ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും പഠിക്കാനുള്ളൊരു എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൽ ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റിൽ ഒരു അക്കൗണ്ട് ഐ ഡി ഇല്ലാത്തവർക്ക് ഒരു മൈക്രോസോഫ്റ്റിൽ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്രിയേറ്റ് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് ലിങ്കോ സെക്കൻഡ് ലിങ്കോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പേജിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐ ഡി ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുന്നൊരു ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ സെക്കൻഡ് ക്രിയേറ്റ് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് മെത്തേഡ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നിൽ നിങ്ങൾക്ക് യൂസ് എ ഫോൺ നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റ് എ ന്യൂ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജിമെയിലെങ്ങാണ്ട് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ച് അത് നിങ്ങൾക്ക് അത്യാവശ്യം സാധാരണ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന പോലുള്ള ഫോംസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി കിട്ടും. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പ വഴി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ വെച്ചാലും ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജിമെയിൽ ഐ ഡിയോ അങ്ങനെ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ച് ബാക്കി വരുന്ന നിങ്ങൾക്ക് ഫോംസ് ഫില്ലപ്പ് ചെയ്തിട്ട് ഒരു മൈക്രോസോഫ്റ്റിലൊരു അക്കൗണ്ട് നിങ്ങൾക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ വഴി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉപയോഗിച്ചാലും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി ഒരു മൈക്രോസോഫ്റ്റിലൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മൈക്രോസോഫ്റ്റിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഷ്യൂറിലുള്ള ഫ്രീ അക്കൗണ്ട് നമുക്ക് സൈനപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അഷ്യൂർ ഫ്രീ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കൊടുക്കുക, സെർച്ച് ചെയ്യുക. അവിടെ നമുക്ക് ഫസ്റ്റ് ലിങ്കോ സെക്കൻഡ് ലിങ്കോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കുക, വരുന്ന ലിങ്ക് വരെ കിട്ടുന്ന പോലെ. അപ്പോൾ അവിടെ ഇങ്ങനൊരു പേജ് കാണിക്കും, ക്രിയേറ്റ് യുവർ ഫ്രീ അഷ്യൂർ ഫ്രീ അക്കൗണ്ട് ടുഡേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ 1 ഇയർ നമുക്കൊരു ഫ്രീ അക്കൗണ്ട് തരുന്നുണ്ട് ഇവർ. അപ്പോൾ അതിന് ഡീറ്റെയിൽസ് ഈ പേജ് തന്നെ പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് അപ്പോൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. ഒരുപാട് സമയം എടുക്കുന്നില്ല, കാരണം നമ്മൾ ഓരോ സർവീസസും പഠിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരുപാട് ലാഗ് ചെയ്ത് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ 12 മന്ത്സ് കുറേ പോപ്പുലർ ആയിട്ടുള്ള സർവീസസ് 12 മന്ത്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ നമുക്കൊരു ഇന്ത്യൻ റുപ്പീസ് 13,000 റുപ്പീസ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും നമ്മുടെ അക്കൗണ്ടിൽ. അത് ആദ്യത്തെ ഒരു മാസത്തേക്കാണത്. അപ്പോൾ ഈ ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്ന ഈ മണി ഉപയോഗിച്ചിട്ട് നമുക്ക് നോൺ ഫ്രീ സർവീസസ് നമുക്ക് യൂസ് ചെയ്യാം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഫ്രീ സർവീസസിൻ്റെ ഫ്രീ ടയറിൽ നിന്ന് എക്സീഡ് ചെയ്യുന്ന യൂസേജ് ഈ കിട്ടുന്ന ക്രെഡിറ്റിൽ നിന്ന് അവർ ഡിഡക്റ്റ് ചെയ്തോളും. ഒരു മാസത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ അല്ലാത്ത സർവീസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് നിങ്ങളുടെ കാർഡിൽ നിന്ന് ഡിഡക്റ്റ് ആവും. ഓക്കെ, പിന്നെ ഓൾവേസ് ഫ്രീ ആയിട്ടുള്ള സർവീസസ് ഒരു വർഷം കഴിഞ്ഞാലും നമുക്ക് ഓൾവേസ് ഫ്രീ ആയിട്ടുള്ള സർവീസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് സർവീസസാണ് ഇതിലുള്ളത്, കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് 12 മന്ത്സ് ഫ്രീ സർവീസസ് ഉണ്ട്, പിന്നെ നമുക്ക് ഈ 13,000 റുപ്പീസ് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ ഓൾവേസ് ഫ്രീ സർവീസസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സർവീസസ് ആണ്, എത്രയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഓരോ മാസം ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്നുള്ളത്. വിർച്വൽ മെഷീൻസ്, ലിനക്സ് വിർച്വൽ മെഷീൻസ് പെട്ടെന്ന് വന്ന് ഓടിച്ച് നമുക്ക് നോക്കാം അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ വിർച്വൽ മെഷീൻസ് അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വരുന്നതാണത്. അപ്പോൾ മന്ത്ലി 750 അവേഴ്സ് വെച്ചിട്ട് വിർച്വൽ മെഷീൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് 2 ടൈപ്പ് സ്റ്റോറേജ് ഉണ്ട്. അതിൻ്റെ എല്ലാം എത്ര അളവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് സ്റ്റോറേജ്, ഫയൽ സ്റ്റോറേജ്, മാനേജ് ഡിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡേറ്റാബേസ് എത്ര GB കിട്ടുന്നു അതിൻ്റെ ഒരു എമൗണ്ട് ഇവിടെ പറഞ്ഞിട്ട് 250 GB ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോന്ന്. പിന്നെ അതുപോലെ നെറ്റ്വർക്കിംഗ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് എത്ര 15 GB ബാൻഡ് വിഡ്ത്ത്, ഔട്ട് ബൗണ്ട് ബാൻഡ് വിഡ്ത്ത് നമുക്ക് മന്ത്ലി കിട്ടുന്നുണ്ട്. ഇൻബൗണ്ട് ബാൻഡ് വിഡ്ത്ത് കിട്ടുന്നത് ഫ്രീ തന്നെയാണ് എപ്പോഴും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെയാണ് നമുക്കിവിടെ. പിന്നെ ഒരുപാട് സർവീസസിലുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണോ എപ്പോഴും ഫ്രീ ആയിട്ടുള്ള സർവീസസ് ഏതൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ഇതിൻ്റെ കുറച്ചൊരു FAQ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കോമൺലി ഡൗട്ടായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് ഓരോന്ന് ഇവിടെ ഒരു ലിങ്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺലി എപ്പോഴും വരുന്ന ഡൗട്ട്സ്, ഇപ്പം ഓരോ ഫ്രീ ടയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് FAQs കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ ഈ 30 ഡേയ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. അപ്പോൾ നോർമലി നമുക്കൊരു 13,000 റുപ്പീസ് നമുക്കൊരു ക്രെഡിറ്റ് നമുക്ക് തരുന്നുണ്ട്, ഫ്രീ ക്രെഡിറ്റ്. അതായത് ഫ്രീ അല്ലാത്ത സർവീസസ് നമുക്ക് ഈ ഒരു എമൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒരു പേ ആസ് യു ഗോ മോഡലിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം. അതായത് ഫ്രീ അല്ലാത്ത സർവീസസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് എത്ര എമൗണ്ട് ആണ് ആവുന്നത് അത് നമുക്ക് പേ ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് പോവാം. അപ്പോൾ അതെല്ലാം ഡൗട്ട്സ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഐഡിയ കിട്ടും നമുക്ക് അക്കൗണ്ട് സൈനപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. പിന്നെ നമുക്ക് ഫ്രീ ടയർ അക്കൗണ്ട് ഏതൊക്കെ റീജിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ കൺട്രീസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഫുൾ ഇന്നാൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന്
കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു ഡയറക്റ്റ് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പേജിൽ നിന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ഫ്രീ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്റ്റാർട്ട് ഫ്രീ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഓൾറെഡി നമ്മൾ മൈക്രോസോഫ്റ്റിൽ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ, തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞതുപോലെ. അപ്പോൾ അതിൽ നമുക്ക് സൈൻ ഇൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ അവിടെ സൈൻ ഇൻ ചെയ്യാൻ പറയും. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി സൈൻ ഇൻ ആണ്. നമുക്കിപ്പം ആ ഒരു അക്കൗണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്കതിൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുക്കണം. നിങ്ങൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സൈൻ ഇൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു 3 സെക്ഷനായിട്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. അതായത് നമ്മൾ ആദ്യം നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യുക, ടെക്സ്റ്റ് അല്ലെങ്കിൽ കോൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് സൈനപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ എഗ്രിമെൻറ്റ് നമ്മൾ വായിച്ച് നോക്കിയിട്ട് നമ്മൾ ഓക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു SMS വരുന്ന ഓപ്ഷൻ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഞാനിപ്പോൾ ടെക്സ്റ്റ് മെത്തേഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു വെരിഫിക്കേഷൻ, സാധാരണ OTP ഒക്കെ വരുന്ന പോലെ തന്നെ ഒരു വെരിഫിക്കേഷൻ നമ്പർ ഇവിടെ വരും. അപ്പോൾ അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ വെരിഫൈ കോഡ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇവിടെ നമുക്ക് വിസ അല്ലെങ്കിൽ മാസ്റ്റർ ക്രെഡിറ്റ് കാർഡ് ഇവിടെ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. വി ഡോണ്ട് അക്സെപ്റ്റ് ഡെബിറ്റ് ഓർ പ്രീപെയ്ഡ് കാർഡ്സ്. അതിൽ പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡെബിറ്റ് കാർഡോ പ്രീപെയ്ഡ് കാർഡ്സോ അക്സെപ്റ്റ് ചെയ്യില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആമസോണിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഡെബിറ്റ് കാർഡ് ആയിരുന്നാലും മതിയായിരുന്നു. പക്ഷേ ഇതിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് ഇത് പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡെബിറ്റ് കാർഡ് പോസിബിൾ അല്ല, ക്രെഡിറ്റ് കാർഡ് തന്നെ വേണമെന്നുള്ളത്. അപ്പം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കുക, ക്രെഡിറ്റ് കാർഡ് നമ്പർ കൊടുക്കുക, അതിൻ്റെ മറ്റേ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്, കാരണം നിങ്ങൾക്ക് ബാക്കി സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ലൈൻ ബൈ ലൈൻ കാണേണ്ട ആവശ്യമില്ലല്ലോ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് കൊടുക്കുക. ഞാനത് ഹൈഡ് ചെയ്യാണ് ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ്, കാരണം പബ്ലിക്കലി പോകുന്ന വീഡിയോ ആയതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ഇവിടെ ഹൈഡ് ചെയ്യാണ്. ഓക്കെ, അതിന് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്കൊരു ₹2 വെരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാർഡിൽ നിന്ന് ചാർജ് ചെയ്യുന്നതായിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു OTP മെസ്സേജ് വരും. ആ ഒരു OTP മെസ്സേജ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. നമ്മുടെ ആമസോണിലെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഒരു ₹2 ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും വെരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് മിക്കവാറും അത് തിരിച്ച് കിട്ടാനാണ് സാധ്യത. ആ ₹2 അതിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ആമസോണിലെല്ലാം തിരിച്ച് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുമോ അവർ. നമുക്ക് ഇവിടെ അങ്ങനെ തന്നെ കിട്ടുമായിരിക്കും ₹2. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക. ആഡ് എ ന്യൂ പേയ്മെൻറ്റ് മെത്തേഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇനി അത് നമ്മുടെ ഈ എഗ്രിമെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കിയിട്ട് നമുക്ക് എഗ്രി ടു സബ്സ്ക്രിപ്ഷൻ എഗ്രിമെൻറ്റ് ആഫ്റ്റർ ഡീറ്റെയിൽസ്, നമുക്ക് സബ്സ്ക്രിപ്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളത് എഗ്രി കൊടുക്കുക. മൈക്രോസോഫ്റ്റ് ഷെയർ ഇൻഫർമേഷൻ വിത്ത് സെലക്ട് പാർട്ട്നേഴ്സ്, അത് വേണമെങ്കിൽ നിങ്ങൾ ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കുക, അവിടെ സബ്മിറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേഷൻ ടൈം തീരുന്നത് വരെ. ഇപ്പോൾ സെറ്റിംഗ് അപ്പ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കുറച്ച് മിനിറ്റ്സ് എടുക്കും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് റീഡയറക്റ്റ് ചെയ്തു. യു ആർ റെഡി ടു സ്റ്റാർട്ട് വിത്ത് അഷ്യൂർ. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ സൈനപ്പ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ റീജിയനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്രോജക്റ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സൈനപ്പ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഓപ്ഷൻസ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അക്കൗണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണിക്കും, താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് യുവർ ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് എല്ലാം കാണിക്കും. ബാക്കി ഇവിടുത്തെ സർവീസസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത സെഷനിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഓരോ സർവീസസും എടുത്ത് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി തുടങ്ങാം.